ഒന്ന് ആലോചിച്ചു നോക്കൂ, നിങ്ങളൊരു മുറിയിലേക്ക് കടന്നു ചെല്ലുന്നു. ഒരു വാക്കുപോലും മിണ്ടുന്നില്ല. പക്ഷെ പെട്ടെന്ന് അവിടെയുള്ള എല്ലാവരും സംസാരം നിർത്തി വളരെ ബഹുമാനത്തോടെ നിങ്ങളെ തന്നെ നോക്കി നിൽക്കുന്നു. കൊള്ളമല്ലേ? നിങ്ങളുടെ സാന്നിധ്യം കൊണ്ട് മാത്രം ആ സ്ഥലത്തിന് തന്നെ വല്ലാത്തൊരു ഗാംഭീര്യം വരുന്ന അവസ്ഥ. സത്യം പറയാമല്ലോ, നമ്മളെല്ലാവരും എപ്പോഴെങ്കിലും ആഗ്രഹിച്ചിട്ടുള്ള ഒന്നാണത്. അപ്പോൾ ഇതെങ്ങനെ സാധിച്ചെടുക്കാമെന്നാണ് ഇന്നത്തെ ഈ വിശകലനത്തിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. നമ്മുടെ പുരാതന ഭാരതത്തിലെ ഏറ്റവും മികച്ച തന്ത്രജ്ഞനായ ചാണക്യന്റെ അറിവുകളെ അടിസ്ഥാനമാക്കിയുള്ള ഒരു കിടിലൻ അവലോകനമാണിത്. മറ്റുള്ളവരെ നിങ്ങളിലേക്ക് തന്നെ ആകർഷിക്കുന്ന ആ കാന്തികവും അദൃശ്യവുമായ പ്രഭാവലയം, അതായത് ഈ ഓറ എങ്ങനെ സ്വന്തമാക്കാം എന്നാണ് ചാണക്യൻ ഇതിലൂടെ കാണിച്ചു തരുന്നത്. ഇത് വെറുതെ നിങ്ങളെ ആവേശം കൊള്ളിക്കാനുള്ള കുറച്ചു വാചകങ്ങളല്ല കേട്ടോ, മറിച്ച് നിങ്ങളുടെ വ്യക്തിത്വത്തെ തന്നെ അടിമുടി മാറ്റാൻ പോകുന്ന ഒരു യഥാർത്ഥ ബ്ലൂപ്രിന്റാണ്. അപ്പോ എന്താണ് ശരിക്കും ഈ ഓറ? ലളിതമായി പറഞ്ഞാൽ, യാതൊരു ബലപ്രയോഗവുമില്ലാതെ തന്നെ മറ്റുള്ളവരുടെ മനസ്സിനെ സ്വാധീനിക്കാനും അവരിൽ നിന്ന് വല്ലാത്തൊരു ആദരവ് നേടിയെടുക്കാനും നിങ്ങൾക്ക് കഴിയുന്ന ആ ഒരു മാജിക്. ചില സ്ഥലങ്ങളിൽ നമ്മൾ എത്ര ശ്രമിച്ചാലും പൂർണ്ണമായും അവഗണിക്കപ്പെടാറില്ലേ? ആ വേദനയും എന്നാൽ പെട്ടെന്ന് തന്നെ എല്ലാവരുടെയും ശ്രദ്ധ പിടിച്ചുപറ്റുന്ന ഈ കാന്തിക ശക്തിയും തമ്മിലുള്ള വ്യത്യാസം തന്നെയാണ് ഓറ. ഇതിലെ ഏറ്റവും രസകരമായ കാര്യം എന്താണെന്നോ? ഈ പറയുന്ന ഓറ ആർക്കും ജനിക്കുമ്പോൾ തന്നെ കിട്ടുന്ന ഒന്നല്ല. അത് കൃത്യമായ ചില ശീലങ്ങളിലൂടെ നമ്മൾ തന്നെ ഉണ്ടാക്കിയെടുക്കുന്നതാണ്. നമുക്ക് ആദ്യത്തെ കാര്യത്തിലേക്ക് കടക്കാം. 1. ശാരീരിക സാന്നിധ്യത്തിലൂടെയുള്ള സ്വാധീനം. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. നമ്മൾ വായ തുറന്ന് ഒരു വാക്കുപോലും സംസാരിക്കുന്നതിന് മുൻപ് തന്നെ നമ്മുടെ ശരീരം നമ്മളെക്കുറിച്ചും മറ്റുള്ളവരോട് സംസാരിക്കുന്നുണ്ട്. ചാണക്യൻ പറഞ്ഞ വളരെ പ്രശസ്തമായൊരു വാചകമുണ്ട്: മനുഷ്യന്റെ ആദ്യത്തെ പരിചയപ്പെടുത്തൽ അവന്റെ വാക്കുകളല്ല, അവന്റെ നടപ്പാണ്. എത്ര കൃത്യമാണല്ലേ? നിങ്ങളുടെ ഉള്ളിൽ എത്രത്തോളം ശക്തിയുണ്ട്, നിങ്ങൾ എങ്ങനെ ചിന്തിക്കുന്നു എന്നൊക്കെ ഈ ലോകം ആദ്യം അളക്കുന്നത് നിങ്ങളുടെ പുറമേയുള്ള ചലനങ്ങളിലൂടെയാണ്. ചുരുക്കി പറഞ്ഞാൽ, നിങ്ങളുടെ ശരീരഭാഷയാണ് നിങ്ങളുടെ ഏറ്റവും വലിയ വക്താവ്. ഇതൊന്ന് സങ്കല്പിച്ചു നോക്കൂ. 2 വ്യത്യസ്ത തരം നടത്തങ്ങൾ. തല കുനിച്ച് തോളുകൾ താഴ്ത്തി ആളുകളുടെ കണ്ണിൽ നോക്കാൻ മടിച്ചുള്ള ഒരു നടപ്പ്. അത് നേരിട്ട് കാണിക്കുന്നത് നിങ്ങളുടെ ഉള്ളിലെ അരക്ഷിതാവസ്ഥയാണ്. അത് കണ്ടാൽ സ്വാഭാവികമായും മറ്റുള്ളവർ നിങ്ങളെ നിസ്സാരമായിട്ടേ കാണും. എന്നാൽ നേരെ മറിച്ച് നല്ല നിവർന്ന നട്ടെല്ലും വിടർന്ന തോളുകളും ഒപ്പം സ്ഥിരമായ നോട്ടവുമുള്ളൊരു നടത്തം നോക്കൂ. അത് പ്രസരിപ്പിക്കുന്നത് തകർക്കാനാവാത്ത ആത്മവിശ്വാസമാണ്. എനിക്കെന്നെ നല്ല വിശ്വാസമുണ്ട് എന്ന് യാതൊരു ശബ്ദവുമില്ലാതെ അത് വിളിച്ചു പറയുന്നു. അപ്പോൾ നിങ്ങളുടെ ഈ ശാരീരിക സാന്നിധ്യം മെച്ചപ്പെടുത്താൻ വളരെ എളുപ്പമുള്ള 3 കാര്യങ്ങൾ ഓർത്തുവെച്ചോളൂ. 1. എപ്പോഴും നിവർന്നു തന്നെ നിൽക്കുക. 2. സംസാരിക്കുമ്പോൾ ആളുകളുടെ കണ്ണിൽ നോക്കിയുള്ള ആ ഒരു സ്ഥിരമായ നോട്ടം ശീലിക്കുക. 3. വളരെ അച്ചടക്കത്തോടെ വസ്ത്രം ധരിക്കുക. ഇത് കേൾക്കുമ്പോൾ വില കൂടിയ വസ്ത്രങ്ങൾ തന്നെ വേണം എന്ന് തെറ്റിദ്ധരിക്കരുത് കേട്ടോ. വൃത്തിയുള്ളതും നിങ്ങൾക്ക് കൃത്യമായി ഇണങ്ങുന്നതുമായ വസ്ത്രങ്ങൾ ധരിക്കുക എന്നത് മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയുള്ളതല്ല, മറിച്ച് അത് നിങ്ങളുടെ സ്വന്തം തലച്ചോറിന് നിങ്ങൾ തന്നെ നൽകുന്ന ഒരു ആത്മാഭിമാനത്തിന്റെ സിഗ്നലാണ്. ഞാൻ തയ്യാറാണ് എന്നത് നിങ്ങളെ എപ്പോഴും ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരിക്കും. ഇനി രണ്ടാമത്തെ കാര്യം നോക്കാം. 2. മൗനത്തിന്റെ ശക്തി. അമിതമായി സംസാരിക്കുന്നത് എങ്ങനെയാണ് നിങ്ങളുടെ വില കളയുന്നതെന്നും മൗനം എങ്ങനെയാണ് നിങ്ങളുടെ ഏറ്റവും വലിയ ആയുധമായി മാറുന്നതെന്നും നമ്മൾ തിരിച്ചറിയണം. ചാണക്യന്റെ ഈ വാക്കുകൾ ശ്രദ്ധിച്ച്, മൗനം നിങ്ങളുടെ ദൗർബല്യങ്ങളെ മറയ്ക്കുന്ന മതിലാണ്. ഇന്നത്തെ കാലത്ത് എല്ലാവർക്കും അവരെക്കുറിച്ച് തന്നെ വാതോരാതെ സംസാരിക്കാനാണ് ഇഷ്ടം. എന്നാൽ ഒരു കാര്യം മനസ്സിലാക്കുക, നിങ്ങൾ നിങ്ങളെക്കുറിച്ച് എത്രത്തോളം കൂടുതൽ സംസാരിക്കുന്നുവോ അത്രത്തോളം നിങ്ങളുടെ ദൗർബല്യങ്ങളാണ് അവിടെ വെളിപ്പെടുന്നത്. അത് നിങ്ങളെ മറ്റുള്ളവർക്ക് വളരെ എളുപ്പത്തിൽ പ്രവചിക്കാൻ കഴിയുന്ന യാതൊരു പുതുമയുമില്ലാത്ത ഒരാളാക്കി മാറ്റും. അതുകൊണ്ട് തന്നെ ഇവിടത്തെ ഏറ്റവും വലിയ ട്രിക്ക് ഇതാണ്: നിങ്ങൾ എപ്പോഴും ഒരു പ്രഹേളികയാകാൻ ശ്രമിക്കുക. മറ്റുള്ളവർ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കട്ടെ. നിങ്ങളുടെ പൂർണ്ണമായ ബുദ്ധിശക്തി, നിങ്ങളുടെ സാമ്പത്തികം, നിങ്ങളുടെ ഫ്യൂച്ചർ പ്ലാനുകൾ ഇതൊന്നും ഒരിക്കലും ലോകത്തിന് മുന്നിൽ മുഴുവനായി തുറന്നു കാണിക്കരുത്. നിങ്ങൾ കുറച്ചു മാത്രം സംസാരിക്കുമ്പോൾ സ്വാഭാവികമായും ആളുകൾക്ക് തോന്നും നിങ്ങളുടെ ഉള്ളിൽ എന്തോ വലിയൊരു നിഗൂഢത ഉണ്ടെന്ന്. സത്യം പറഞ്ഞാൽ ആ നിഗൂഢത തന്നെയാണ് ആളുകളെ നിങ്ങളിലേക്ക് പിടിച്ചു വലിക്കുന്ന കാന്തിക ശക്തി. നമ്മുടെ പ്രവൃത്തികളും അതിന്റെ ഫലങ്ങളും തമ്മിലുള്ള ആ ഒരു വലിയ വ്യത്യാസമെന്ന് ശ്രദ്ധിച്ച്, സ്വന്തം കഷ്ടപ്പാടുകളെക്കുറിച്ചും താൻ എത്രമാത്രം കഷ്ടപ്പെടുന്നുണ്ടെന്നും എപ്പോഴും ലോകത്തോട് വിളിച്ചു പറയുന്ന ആളുകളെ സമൂഹം എപ്പോഴും ഒരു സാധാരണക്കാരനായിട്ടോ അല്ലെങ്കിൽ ദുർബലരായിട്ടോ മാത്രമേ കാണാറുള്ളൂ. എന്നാൽ നിശബ്ദമായി കഠിനാധ്വാനം ചെയ്ത് അതിന്റെ കിടിലൻ ഫലങ്ങൾ മാത്രം ലോകത്തെ കാണിക്കുന്ന ആളുകളെ ഒന്ന് നോക്കൂ.
അവരെ ലോകം കാണുന്നത് വളരെ ശക്തരും നിഗൂഢതയുള്ളവരുമായ വ്യക്തികളായിട്ടാണ്. അതുകൊണ്ട് നിങ്ങളുടെ അധ്വാനം നിശബ്ദമായിരിക്കട്ടെ, റിസൾട്ട് മാത്രം സംസാരിച്ചാൽ മതി. ഇനി മൂന്നാമത്തെ കാര്യം 3 തകർക്കാനാവാത്ത അതിരുകൾ നിശ്ചയിക്കുക. നിങ്ങളുടെ ഓറയുടെ യഥാർത്ഥ അടിത്തറയാകുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണിത്. നിങ്ങളുടെ ആന്തരികമായ ചിന്തകൾ, മൂല്യങ്ങൾ, പിന്നെ നിങ്ങളുടെ വ്യക്തിപരമായ അതിരുകൾ. ചാണക്യന്റെ ഒരു മുന്നറിയിപ്പുണ്ടിവിടെ, നമ്മളെ ശരിക്കും ഇരുത്തി ചിന്തിപ്പിക്കുന്ന ഒന്ന്. തത്വങ്ങളില്ലാത്ത ഒരു വ്യക്തി കാറ്റിലുലയുന്ന ഇല പോലെയാണ്. നിങ്ങളുടെ ജീവിതം ഏത് ദിശയിലേക്ക് പോകണം, എന്ത് നിങ്ങൾ സ്വീകരിക്കും, എന്ത് നിങ്ങൾ തള്ളിക്കളയുമെന്നൊക്കെ നിങ്ങൾ തന്നെ തീരുമാനിക്കുന്നില്ലെങ്കിൽ എന്ത് സംഭവിക്കും? ഈ ലോകം അതിന്റെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങളെ എങ്ങോട്ടെങ്കിലും വലിച്ചെറിയും. അങ്ങനെ സംഭവിച്ചാൽ പിന്നെ ഓറ പോയിട്ട് ഒരു തരി വില പോലും നിങ്ങൾക്ക് ബാക്കിയുണ്ടാകില്ല. അപ്പോ നിങ്ങളുടെ ആത്മാഭിമാനത്തിനു ചുറ്റും തകർക്കാനാവാത്ത ഒരു മതിൽ എങ്ങനെ പണിയാമെന്ന് നോക്കാം. ആദ്യം തന്നെ സ്വന്തമായി ചില അടിസ്ഥാന മൂല്യങ്ങൾ ഉണ്ടാക്കിയെടുക്കുക. മറ്റുള്ളവർ നിങ്ങളെ അപമാനിക്കുന്നത് ഒരിക്കലും ഒരു കാരണവശാലും സഹിക്കാതിരിക്കുക. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, വെറുതെ ജനക്കൂട്ടത്തെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി മാത്രം നിങ്ങളുടെ ശീലങ്ങൾ മാറ്റുന്നത് നിർത്തുക. നിങ്ങളുടെ ആത്മാഭിമാനത്തിന്റെയും അന്തസ്സിന്റെയും കാര്യത്തിൽ യാതൊരു വിട്ടുവീഴ്ചയും ഇല്ല എന്ന് നിങ്ങൾ തന്നെ തീരുമാനിച്ചുറപ്പിക്കുമ്പോഴാണ് മറ്റുള്ളവർ നിങ്ങളെ ഗൗരവമായി കാണാൻ തുടങ്ങുന്നത്. ഇവിടെയാണ് നിങ്ങളുടെ ചിന്താഗതിയിലെ ഏറ്റവും വലിയ മാറ്റം വരേണ്ടത്. നിങ്ങൾ നിങ്ങളെ എങ്ങനെ കാണുന്നുവോ കൃത്യമായി അങ്ങനെ തന്നെയാണ് ലോകവും നിങ്ങളെ കാണുന്നത്. നിങ്ങളുടെ ഉള്ളിന്റെ ഉള്ളിൽ നിങ്ങൾ ദുർബലനാണെന്നോ, ഒന്നിനും കൊള്ളാത്തവനാണെന്നോ, അല്ലെങ്കിൽ മറ്റുള്ളവരെക്കാൾ താഴെയാണെന്നോ ആണ് നിങ്ങൾ വിശ്വസിക്കുന്നതെങ്കിൽ പുറമേ നിങ്ങൾ എത്ര വില കൂടിയ വസ്ത്രം ധരിച്ചിട്ടും ഒരു കാര്യവുമില്ല. നിങ്ങളുടെ ഓറ ഒരിക്കലും അവിടെ തിളങ്ങാൻ പോകുന്നില്ല. യഥാർത്ഥ മാറ്റം എപ്പോഴും തുടങ്ങേണ്ടത് നിങ്ങളുടെ ഉള്ളിൽ നിന്ന് തന്നെയാണ്. ഇനി നമ്മൾ ഈ വിശകലനത്തിലെ ഏറ്റവും നിർണായകമായൊരു പോയിന്റിലേക്ക് എത്തി നിൽക്കുകയാണ്. നമ്പർ 1, നിങ്ങളുടെ ഓറയ്ക്ക് യഥാർത്ഥവും ശാശ്വതവുമായ ആ ശക്തി നൽകുന്ന, ഇതെല്ലാം കൂട്ടിയിണയ്ക്കുന്ന ആ ഒരൊറ്റ സുപ്രധാന നിയമം ഇതാ. അതെ, മറ്റുള്ളവരെ ആകർഷിക്കാൻ ശ്രമിക്കുന്നത് നിർത്തുക. എപ്പോഴും മറ്റുള്ളവരുടെ അംഗീകാരത്തിനു വേണ്ടി മാത്രം ഓടുകയും ചുറ്റുമുള്ള എല്ലാവരെയും സന്തോഷിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? പതുക്കെ പതുക്കെ നിങ്ങളുടെ യഥാർത്ഥ വ്യക്തിത്വം നിങ്ങൾക്ക് തന്നെ നഷ്ടപ്പെടുന്നു. മറ്റുള്ളവരുടെ കയ്യടി കിട്ടാൻ വേണ്ടി മാത്രം ജീവിക്കുന്നത് ഒന്ന് നിർത്തൂ. യഥാർത്ഥത്തിൽ ശക്തരായ ആളുകൾ തങ്ങളുടെ സ്വന്തം ലക്ഷ്യങ്ങളിലും വളർച്ചയിലും മാത്രമാണ് ഫോക്കസ് ചെയ്യുന്നത്. നിങ്ങൾ അങ്ങനെ ആയി കഴിയുമ്പോൾ ഈ ലോകം സ്വയം നിങ്ങളുടെ പിന്നാലെ വന്നുകൊള്ളും, തീർച്ച. വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യത്തോടെ നമുക്ക് ഇന്നത്തെ ഈ അവലോകനം അവസാനിപ്പിക്കാം. നിങ്ങളോട് തന്നെ ഇതൊന്ന് ചോദിച്ചു നോക്കൂ. നിങ്ങൾ ജീവിക്കുന്നത് മറ്റുള്ളവരെ ആകർഷിക്കാൻ വേണ്ടിയാണോ, അതോ ആർക്കും ഒരിക്കലും തകർക്കാനാവാത്ത നിങ്ങളുടെ സ്വന്തം ഓറ നിർമ്മിക്കാൻ വേണ്ടിയാണോ? മറ്റുള്ളവരുടെ അംഗീകാരത്തിനായുള്ള ഈ നെട്ടോട്ടം ഇന്ന് തന്നെ അവസാനിപ്പിക്കുക. നിങ്ങളുടെ ലക്ഷ്യങ്ങളിൽ ഉറച്ചു നിൽക്കുക. അദൃശ്യമായ ആശക്തിയെ ഇന്ന് തന്നെ നിർമ്മിച്ചെടുക്കാൻ തുടങ്ങുക. ഈ വിശകലനം കണ്ടതിന് നന്ദി. മറ്റൊരു മികച്ച വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്യാനും മറക്കരുത്.